നീലേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് ഒരു ബൈക്ക് യാത്ര പോയാലോ? അങ്ങനെ നമ്മൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് മൈസൂരേക്കാണ്. മൈസൂരിൽ ഒരു കാർ മ്യൂസിയം കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചു. ഏകദേശം 225 കിലോമീറ്റർ ഉണ്ട് മൈസൂരേക്ക്. അങ്ങനെ 4 മണിയാകുമ്പോൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് എത്തി. മ്യൂസിയം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കാറ് കാണുന്നത്. കുറച്ച് സിനിമയിലെല്ലാം ഇങ്ങനെ കുറച്ച് പഴയ കാറ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പഴയ കാറുകൾ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ കുറെ രാജാക്കന്മാർ ഉപയോഗിച്ച കാറ് കാണാൻ പറ്റി. അങ്ങനെ മൈസൂരിൽ നമ്മൾ 6 മണിയാകുമ്പോൾ പുറത്തിറങ്ങി. ഇനി ധനുഷ്കോടിക്ക് 690 കിലോമീറ്റർ ആണുള്ളത്. രാത്രി 8 മണിക്ക് റൂം എടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ദൂരം കൂടുതലുണ്ടായത് നമ്മൾ രാത്രി 10 മണിക്കാണ് റൂം എടുത്തത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ 7:30 പിന്നെ യാത്ര തുടങ്ങി. അത്യാവശ്യം നല്ല വെയിലാന്നുണ്ടായിന്. വെയിൽ കാരണം കുറെ സ്ഥലത്ത് നിർത്തിയിട്ട് അടുത്ത കാഴ്ചയെല്ലാം കണ്ടിട്ടാണ് നമ്മൾ പോയത്. പോകുന്ന വഴിയിൽ അത്യാവശ്യം ട്രാഫിക് കുറവേണ്ടി യാത്ര അത്ര വലിയ മടുപ്പുണ്ടായിട്ടാ. അങ്ങനെ സമയം ഏകദേശം 9 മണി. അപ്പൊ പിന്നെ വിചാരിച്ചു റൂം അടിച്ച് സ്റ്റേ അടിക്കാം, പിറ്റേ ദിവസം രാവിലെ യാത്ര തുടങ്ങാന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. ഇനി ധനുഷ്കോടിയിലേക്ക് ഏകദേശം നമുക്കൊരു 45 കിലോമീറ്ററിൽ ബാക്കി ഉണ്ടായിരിക്കും. കിലോമീറ്ററോളം കടലിന്റെ നടുക്കാണ് യാത്ര. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു അത്യാവശ്യം. കടലിന്റെ നടുക്കിൽ യാത്ര വല്ലാത്തൊരു ഫീലാണ്. അതും ഇത്ര കിലോമീറ്ററോളം ആദ്യമായിട്ട് സഞ്ചരിക്കുന്നതിന്റെ വല്ലാത്തൊരു ഫീലാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തിന്റെ അടുക്ക് എത്തി. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിലേക്ക് എത്തി. നല്ല തിരക്കാണ് നമ്മൾ എത്തിയ ദിവസം ഉണ്ടായത്. അങ്ങനെ 1 മണിക്കൂറോളം അടുത്ത കാഴ്ച നേരെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ബാക്കി അടുത്ത വീഡിയോയിൽ.